പ്രധാന വാർത്തകൾ നോക്കാം. ചേർത്തല ബിന്ദു പത്മനാഭൻ തിരോധാന കേസിൽ പുതിയൊരു നിർണായക വെളിപ്പെടുത്തൽ കൂടി ന്യൂസ് 18 പുറത്തുവിടുന്നു. ബിന്ദുവും സെബാസ്റ്റ്യനും താമസിച്ചിരുന്നത് ഒരുമിച്ചെന്ന് ചേർത്തല സ്വദേശി സതീശൻ. വെളിപ്പെടുത്തൽ നടത്തിയ സതീശൻ ബിന്ദുവിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമി വാങ്ങിയ ആൾ. ഭൂമിയുടെ പണത്തിന്റെ ആദ്യ ഗഡു വാങ്ങാൻ വന്നത് ബിന്ദുവും സെബാസ്റ്റ്യനും ഒന്നിച്ചാണെന്നും സതീശൻ ന്യൂസ് 18നോട്. ചർച്ചകൾ വഴിമുട്ടിയതോടെ KPCC പുനഃസംഘടന വീണ്ടും അനിശ്ചിതത്വത്തിൽ. നേതാക്കൾ തമ്മിൽ തർക്കം രൂക്ഷം. ഭാരവാഹി നിർദ്ദേശങ്ങളിൽ അഭിപ്രായ ഐക്യത്തിലെത്താൻ കഴിഞ്ഞില്ല. പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങളും തീരുമാനം വൈകുന്നതിന് കാരണം. കേരളത്തിലും ഡൽഹിയിലും ചർച്ച തുടരും. ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് കടുക്കും. രാജ്ഭവനിലെ വിരുന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ബഹിഷ്കരിച്ചത് VC നിയമന തർക്കത്തിന്റെ തുടർച്ച. സമവായം വേണമെന്ന് കോടതി പറഞ്ഞിട്ടും അനുനയ നീക്കമില്ല. VC നിയമന കേസ് വീണ്ടും തിങ്കളാഴ്ച സുപ്രീം കോടതിയിൽ. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാഹുൽ ഗാന്ധിയുടെ വോട്ട് അധികാർ യാത്ര നാളെ തുടങ്ങും. വോട്ടർ പട്ടിക പരിഷ്കരണവും ക്രമക്കേടും വിഷയമായി ഉന്നയിക്കും. യാത്രയിൽ രാഹുലിനൊപ്പം തേജസ്വി യാദവും. സസാറാമിൽ തുടങ്ങുന്ന യാത്ര 30-ന് ആംബ്രയിൽ സമാപിക്കും. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന കരാറിലെത്താതെ ട്രംപിന്റെയും പുടിന്റെയും അലാസ്ക ചർച്ച. തീരുമാനമായില്ലെങ്കിലും ചർച്ചകളിൽ പുരോഗതിയെന്ന് വിശദീകരണം. നാറ്റോ രാജ്യങ്ങളോട് ചർച്ച ചെയ്ത് തുടർ നടപടിയെന്ന് ട്രംപ്. യുക്രൈൻ സഹോദര രാജ്യമാണെന്നും പ്രശ്നം സെലസ്കിയാണെന്നും പുടിൻ. ട്രംപിന് റഷ്യയിലേക്ക് പുടിന്റെ ക്ഷണം. മുംബൈയിൽ മഴക്കെടുതി രൂക്ഷം. വിക്രോളിയിൽ മണ്ണിടിഞ്ഞ് 2 മരണം. നവി മുംബൈ, ദാദർ, കിങ് സർക്കിൾ എന്നിവിടങ്ങൾ വെള്ളത്തിനടിയിൽ. വെള്ളക്കെട്ടിൽ മുടങ്ങി ഗതാഗതം. റെയിൽവേ ട്രാക്കുകളിലും വെള്ളം കയറി. മുംബൈയിൽ റെഡ് അലർട്ടും താനെയിൽ ഓറഞ്ച് അലർട്ടും. ജമ്മുകാശ്മീരിലെ കിഷ്ത്വാറിൽ മിന്നൽ പ്രളയത്തിൽ മരണം 65ആയി. 200-ലേറെ പേർക്കായി തെരച്ചിൽ തുടരുന്നു. അപകടത്തിൽപ്പെട്ടവരിൽ ഭൂരിഭാഗവും തീർത്ഥാടകർ. നിരവധി പേരെ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റി. രക്ഷാപ്രവർത്തനം തുടരുന്നു. കേന്ദ്രമന്ത്രി ജിതേന്ദർ സിംഗ് ഇന്ന് കിഷ്ത്വാർ സന്ദർശിക്കും. കേരളത്തിലും ഇന്ന് പലയിടങ്ങളിലും ഒറ്റപ്പെട്ട മഴ പെയ്യാൻ സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട്. 50 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യത. തൃശൂരിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കോഴിക്കോട് വടകരയിൽ വീട്ടമ്മ ഷോക്കേറ്റ് മരിച്ചു. തോടന്നൂർ സ്വദേശി ഉഷ ആശാരിക്കണ്ടി മരിച്ചത് വീടുമുറ്റം വൃത്തിയാക്കുന്നതിനിടെ. ഷോക്കേറ്റത് പൊട്ടിവീണ വൈദ്യുത കമ്പിയിൽ തട്ടി. ഏറ്റുമാനൂരിൽ ട്രെയിനിന് മുന്നിൽ ചാടി ഷൈനിയും മക്കളും മരിച്ച സംഭവത്തിൽ ഇന്ന് കുറ്റപത്രം നൽകും. ഭർത്താവ് നോബി ഏകപ്രതി. മുൻ കേസുകളിലെ തെളിവുകളും കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തി അന്വേഷണ സംഘം. മക്കളുമായി ഷൈനി ജീവനൊടുക്കിയത് ഭർത്താവിന്റെ നിരന്തര പീഡനത്തെ തുടർന്നെന്ന് കുറ്റപത്രം. ആത്മഹത്യയിലേക്ക് നയിച്ചത് സംഭവത്തിന് തലേന്നത്തെ ഫോൺ കോൾ. കോഴിക്കോട് പനി ബാധിച്ച് മരിച്ച 9 വയസ്സുകാരിക്ക് അമീബിക് മെനിഞ്ചൈറ്റിസ് ആയിരുന്നുവെന്ന് സ്ഥിരീകരണം. കോരങ്ങാട് സ്വദേശി സനൂപിന്റെ മകൾ അനയ മരിച്ചത് മിനിയാന്ന് രാത്രി. ആന്തരാവയവങ്ങൾ വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചു. പനി ബാധിതരായ സഹോദരങ്ങളും സഹപാഠിയും നിരീക്ഷണത്തിൽ.